വീട് പൂർത്തിയാക്കുകയും 50,000 വീടിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ആ 50,000 കൂടി ഇവരുടെ 5 ലക്ഷത്തിൽ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ 10 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടും ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 5 ലക്ഷം വീടുമാണ് പണിത്. അപ്പോൾ ആ ഭവന നിർമ്മാണത്തിന്റെ കാര്യം 10 കൊല്ലം കൊണ്ടാണെന്നുള്ളത് മറച്ചു വെച്ചിട്ടാണ് ഈ പ്രോഗ്രസ് കാർഡ് ഇറക്കിയിരിക്കുന്നത്. രണ്ടാമത് 2021 തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്തായിരുന്നു? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1,600 രൂപയിൽ നിന്ന് 2,500 രൂപയാക്കുമെന്ന്. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിക്കൊടുത്തില്ല. എന്ന് മാത്രമല്ല, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 4.25 കൊല്ലം 1,600 രൂപ തന്നെയായിരുന്നു. 1 രൂപ കൂട്ടിയില്ല, വാഗ്ദാനമായിരുന്നു. എന്നിട്ട് ഇപ്പോ 400 രൂപ കൂട്ടി. അപ്പൊ ഇവര് പറഞ്ഞ 2,500 എവിടെ പോയി? അപ്പൊ ജനങ്ങളെ കബളിപ്പിച്ചു. ഇത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാറിൻ്റെ ഈ ഇടതുപക്ഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുണ്ടല്ലോ, അവർ ഈ എല്ലാ വർഷവും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക എന്നുള്ളൊരു കലാപരിപാടി അവർ നടത്താറുണ്ട്. അത് ഈ പിണറായി സർക്കാർ 2016 അധികാരമേറ്റതിന് ശേഷം എല്ലാ വർഷവും വാഗ്ദാനങ്ങളിൽ എത്രത്തോളം നടപ്പിലാക്കി എന്ന് ജനങ്ങളെ അറിയിക്കുന്ന ഒരു പരിപാടിയാണ്. അത് ജനങ്ങളുടെ അവകാശമാണ് എന്നാണ് അവരുടെ പക്ഷം. അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ 5 വർഷം അവർ അത് അവതരിപ്പിച്ചു. അത് നന്നായി എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്രയും തുടർഭരണം കിട്ടിയത്. അങ്ങനെ 2021 തൊട്ട് 2026 വരെ ഏതാണ്ട് 900ഓളം വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ 97% വാഗ്ദാനവും നടപ്പിലാക്കി എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇന്ന് കാലത്ത് ഒരു 10 മണിക്ക് ജനങ്ങളുടെ മുമ്പാകെ, ഈ വോട്ടർമാരുടെ മുമ്പാകെ, അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഇനി 2-3 ദിവസം കൂടെ ബാക്കിയുള്ളൂ, അതിനു മുമ്പാകെ ജനങ്ങൾക്ക് മുമ്പാകെ അത് അവതരിപ്പിച്ചത്. അത് നമ്മുടെ സതീശൻ സാറിന് തീരെ ഇഷ്ടമായിട്ടില്ല. അതിൽ ചില പാകപ്പിഴകളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ആ ചൂണ്ടിക്കാട്ടുന്നതിൽ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈഫ് പദ്ധതി പ്രകാരം 5 ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുത്തു എന്നാണ് ഈ ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. അത് മുഖ്യമന്ത്രി പറയുന്നത് ഒരു വീട്ടിൽ ഒരു 4 പേര് വെച്ചാൽ തന്നെ ഈ 5 ലക്ഷം വീടുകളിൽ ഏതാണ്ട് 20 ലക്ഷം പേർക്ക് അന്തിയുറങ്ങാൻ ഒരു കൂരയായി എന്നാണ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അതൊരു വലിയ കാര്യമാണ്. ഒരു 20 ലക്ഷം പേര് സ്വന്തം വീടിലെ സുരക്ഷിതത്വത്തിൽ അന്തിയുറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. പക്ഷേ ഈ സതീശൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങ് വേണ്ടത്ര പോരാ. ഇതൊക്കെ എന്ത്, ഇതിലപ്പുറം ഉമ്മൻചാണ്ടി സാർ ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കാണ് അദ്ദേഹം പറയണത്. ഇത് 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയതല്ലേ. ഉമ്മൻചാണ്ടിയൊക്കെ ഇത് വെറും കേവലം 5 വർഷം കൊണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ അതിൽ കൂടുതൽ വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ സതീശൻ സാർ പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ പിണറായി വിജയനും LDFും ബഡായി പറയുന്നതാണെന്നാണ് സതീശൻ സാറ് പറയുന്ന ഒരേ ഒരു വശം. ഇവിടെ ഒരേ ഒരു സംശയം എൻ്റെ സതീശൻ സാർ, അതൊക്കെ നമുക്ക് വിടാം. ഈ ലൈഫ് പദ്ധതി വിടാം, എല്ലാ കാര്യങ്ങളും നമുക്ക് വിടാം. അത് 5 ലക്ഷം വീട് പിണറായി വിജയൻ വെച്ച് കൊടുത്തിട്ടില്ല, വെറും 1000-2000 വീട് വെച്ച് കൊടുത്തു എന്ന് നിങ്ങൾ സമ്മതിക്കില്ല. ഇനി ഒന്നും തന്നെ വെച്ച് കൊടുത്തില്ല എന്ന് പറയാം. എല്ലാം ഉമ്മൻചാണ്ടി സാർ ചെയ്തിരുന്നു എന്ന് പറയാം. പക്ഷെ നമുക്ക് ഒരേ ഒരു കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ വയനാട്ടിലെ ആ ദുരന്ത ബാധിതരെ ഒരൊറ്റ രാത്രി കൊണ്ട് സകലതും നഷ്ടപ്പെട്ട മനുഷ്യരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ വാ, ഞങ്ങൾ വീട് വെച്ച് തരാം, നിങ്ങൾ സർക്കാരിൻ്റെ ആ പദ്ധതിയിൽ ചേരണ്ട, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു ഒരു 100-100ഓളം 130 വീടെങ്കിലും എടുക്കുക. അതിൽ കൂടുതലൊക്കെ നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു. കർണാടക സർക്കാർ കൊടുത്തു 100 വീടിന്, രാഹുൽ ഗാന്ധി കൊടുത്തു എന്ന് പറയുന്നു, പിന്നെ ആരൊക്കെയോ കൊടുത്തു എന്ന് പറയുന്നു. അതൊക്കെ വിടാം. നിങ്ങളൊരു 130 വീടെങ്കിലും പോട്ടെ, ഒരു 100 വീടെങ്കിലും നിങ്ങൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിൻ്റെ സ്ഥിതിയല്ലേ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പ്രസിഡന്റ് വന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്ഥലം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വാങ്ങിക്കൂട്ടി, അത് വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കെന്നെ കയ്യിലിരുന്ന പൈസയൊക്കെ തീർന്നു, ഇനി ഞങ്ങളെടുത്ത് വീട് വെക്കാൻ കാശില്ല, അത് ഇനി ഞങ്ങൾ ACCയും KPCC ഒക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് വീട് വെച്ച് കൊടുക്കാൻ നോക്കും എന്ന് പറഞ്ഞത് കഴിഞ്ഞ 2 ദിവസമല്ലേ? ഈ നാട്ടുകാർ ചോദിച്ചപ്പോൾ അവസാനം ഒരു നിവൃത്തി കൊണ്ട് നിങ്ങൾ പറഞ്ഞതല്ലേ? എന്ന് മാത്രമല്ല, നിങ്ങളവിടെ ശ്രുതി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ വയനാട്ടിലെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കുട്ടിയുടെ വീടിനെ പറ്റിയിട്ട് ഇന്ന് മുഖ്യമന്ത്രി നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, അതൊന്ന് കേട്ടു നോക്കൂ. അതിന് മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. അതിൻ്റെ ഒരു ജാള്യതയെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവണ്ടേ, അതിൻ്റെ ഒരു കുറ്റബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? ആ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾ നേരിടാൻ പോകുന്നത്, LDF നേരിടാൻ പോകുന്നത് 5 ഗ്യാരണ്ടികൾ അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക, രണ്ടും ഒരേ ദിവസമാണ് പുറത്തു വന്നത്. KSRTCയിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പ്. ഒരു പക്ഷേ വളങ്ങളെ ആകർഷിക്കാൻ സാധ്യതയില്ലേ UDFിൻ്റെ പ്രകടന പത്രിക? ആ ഗ്യാരണ്ടിയിൽ അല്പം ആശങ്കയുണ്ടോ?
UDF എന്ത് പറഞ്ഞാലും ജനങ്ങൾ അത് മുഖവിലക്കെടുക്കില്ല. ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട ഒരു കുട്ടി ശ്രുതി ആ ശ്രുതിയുടെ കാര്യത്തിൽ കൊടുത്ത വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണം. ആ കുട്ടി നമ്മുടെ ഗവൺമെന്റിന്റെ സൗകര്യം വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഇവരെ വാക്ക് വിശ്വസിച്ചത്. ഇതാണ് റെഗുലേറ്റർ കംബ്രിഡ്ജ്. അതെ ഉള്ളിലൂടെ നമ്മളിപ്പോ പോകുന്നത് അല്ലേ? ഓക്കെ, പറഞ്ഞോട്ടെ. അപ്പോൾ ആ കുട്ടി ഇവരുടെ വാക്ക് വിശ്വസിച്ചാണ് ഗവൺമെന്റിന്റെ കാശ് വേണ്ട, അല്ല ഗവൺമെന്റ് വീട് വേണ്ട, മറ്റേ സഹായം കിട്ടിയാൽ മതി, ബാക്കി ഇവര് സഹായിച്ചോളും എന്ന് പറഞ്ഞിട്ട് പോയത്. 15 ലക്ഷം രൂപ അങ്ങനെയാണ് വാങ്ങുന്നത്. അതെ. ഇപ്പം ആ കുട്ടി കഷ്ടത്തിലായില്ലേ, വീട് കിട്ടിയില്ല. എന്തൊരു പ്രയാസമാണത്. അങ്ങനെയൊരു അവസ്ഥയിൽ എത്തിക്കാൻ പാടുണ്ടോ? സാധാരണ നിലയിൽ അത്തരം ഒരു വാക്ക് പോലും പാലിക്കാൻ കഴിയാത്തവർ ഏത് വാക്കാ പാലിക്കുക? ഏത് വാക്കിലാണ് വിലയുള്ളത്? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. എൻ്റെ സതീശൻ നേതാവേ, സത്യത്തിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഈ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ? അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് കാർഡും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും 10 വർഷം ഒന്നും തന്നെ നേടിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. മനുഷ്യത്വപരമായി ഒരു ദുരന്തത്തിൽപ്പെട്ട ഒരു ജനസമൂഹത്തിലെ കുറച്ച് പേരെ നിങ്ങൾ പറഞ്ഞ് വഞ്ചിച്ചതിൽ നിങ്ങൾക്കൊരു കുറ്റബോധവുമില്ലേ? അവർ സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൽ ദുരന്തത്തിൽപ്പെട്ടവരെയൊക്കെ സഹായിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ചുമതലയാണ്. ആ സർക്കാരിനോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളും ചേർന്ന് നിന്ന് അവരെ സഹായിച്ചിട്ടുണ്ട്. അതാണ് CMDRFിലേക്കൊക്കെ എല്ലാവരും പണം കൊടുത്ത് സഹായിച്ചത്. അവിടെ ഒരു ടൗൺഷിപ്പ് ഉയരുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്വയം ആളാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തോ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനായിട്ട് അവർ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് വേറെ വീട് വെക്കാം എന്ന് പറഞ്ഞ് കുറച്ച് പേരെ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ സർക്കാരിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപ അവർക്ക് കിട്ടുകയും ചെയ്യും, നിങ്ങളുടെ വീടും കിട്ടും എന്നൊരു ചെറിയ അതിമോഹം ചിലപ്പോൾ ഒരു പക്ഷേ ആ ദുരന്ത ബാധിതർ പ്രതീക്ഷിച്ച് കാണും. അതെന്തെങ്കിലും ആകട്ടെ, അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അവരെ മോഹിപ്പിച്ച് നിങ്ങൾ കൊണ്ടുപോയി. നിങ്ങൾ സർക്കാരുമായി സഹകരിച്ചില്ല എന്നുള്ള കുറ്റം അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ പാവം ഈ കുറച്ച് മനുഷ്യരെ നിങ്ങൾ പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നില്ലേ? ഇപ്പം സർക്കാർ ടൗൺഷിപ്പിലാകട്ടെ ഏതാനും ദിവസങ്ങൾക്കകം 100-200 ഫാമിലികൾ അവിടെ ഒന്നിച്ച് താമസം തുടങ്ങും. അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി ആ വീടുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓഫർ കൊടുത്ത ഈ വീട്ടുകാർ അപ്പോഴും വാടക വീട്ടിലോ ഒക്കെ കഴിയേണ്ടി വരില്ലേ? ആ ഒരു ദുരവസ്ഥയ്ക്ക് കാരണക്കാരും ഉത്തരവാദികളും നിങ്ങളാണെന്നുള്ളൊരു കുറ്റബോധമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാചകമടിക്കില്ല. 5 ലക്ഷം ലൈഫ് വീടിൻ്റെ കഥ പറഞ്ഞ് നിങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരില്ലായിരുന്നു എൻ്റെ സതീശൻ നേതാവേ. നിങ്ങളുടെ വാക്ക് കേട്ട് വിശ്വസിച്ചൊരു വീട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരെ നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പിരിച്ച പണത്തിൻ്റെ കണക്കല്ല നിങ്ങളെ പ്രസിഡന്റ് പുറത്തു പറഞ്ഞപ്പോൾ കേരളം ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി. നിങ്ങൾ പിരിച്ച പണത്തിൻ്റെ കണക്കുകൾ പലരും നേതാക്കളും പല കണക്കുകൾ പറയുന്നു. അതെത്രയോ ആവട്ടെ, എത്ര കോടിയോ എന്താണെന്നൊന്നും അറിയില്ല. മുസ്ലിം ലീഗ് പോലെയുള്ളൊരു പാർട്ടി, ചെറിയൊരു പാർട്ടി, 1-2 ജില്ലകളിൽ മാത്രം ശക്തിയുള്ള ആ പാർട്ടി മാത്രം 10-36 കോടി രൂപ അവർ പിരിച്ചു എന്നും അതിൻ്റെ വീടുകളും ആ ടൗൺഷിപ്പും ഒക്കെ അവിടെ ഉയർന്നു കഴിഞ്ഞു. പക്ഷെ നിങ്ങളെപ്പോലെ ഇത്രയും വലിയൊരു പാർട്ടി കേവലം ഒരു 6 കോടി പോലും പിരിക്കാൻ പറ്റിയില്ലെന്നും സ്ഥലം വാങ്ങാൻ പോലും കാശില്ലെന്നും ഇനി വീട് വെക്കാൻ ഞങ്ങളെടുത്ത് കാശില്ല എന്നും ദയനീയമായി ഈ കേരള ജനസമൂഹത്തിൻ്റെ മുമ്പിൽ പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ എങ്ങനെ വിശ്വസിക്കും എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. നിങ്ങൾ 5 ഗ്യാരണ്ടികളാണ് ഈ 3.5 കോടി ജനത്തിൻ്റെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിനായിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ ജനം വിശ്വസിക്കണ്ടേ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം ചെയ്യുന്നുള്ളത്? കേവലം 100 പേരോട് ചെയ്യാൻ പറ്റാത്തതും ശ്രുതി എന്നൊരു പെൺകുട്ടിയോട് പോലും നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതും അത് പൂർത്തീകരിക്കാൻ പറ്റാത്തതുമായ ഒരു കാര്യം നിങ്ങളെങ്ങനെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഈ രക്ഷകരാവുക, അല്ലെങ്കിൽ അവരെ ഒരു ആപത്തിൽ നിന്ന് രക്ഷിക്കുക? അവർക്കൊരു ദുരന്തമുണ്ടായാൽ നിങ്ങളെങ്ങനെ രക്ഷിക്കും എന്നുള്ള ചോദ്യം ചോദിക്കില്ലേ? അതല്ലേ പിണറായി വിജയൻ ചോദിച്ചത്? നിങ്ങൾ എത്ര ഗ്യാരണ്ടികൾ നൽകിയാലും ഈ വയനാട് ഫണ്ട് പോലെയും അവിടുത്തെ വീട് കമ്മിറ്റ് ചെയ്തതിൻ്റെയും ഫലമായിരിക്കും ഈ 5 ഗ്യാരണ്ടികൾക്കും സംഭവിക്കുക എന്ന് കേരള ജനത ഒരുപക്ഷെ അവർ മനസ്സിലാക്കി വയ്ക്കില്ലേ? അങ്ങനെ അവർ വായിച്ച് മനസ്സിലാക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കതിൻ്റെ ദുരന്തഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലേ എന്ന് മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതെന്തായാലും 9-ാം തീയതി തെരഞ്ഞെടുപ്പിൽ ജനം നിശ്ചയിക്കട്ടെ, നമ്മുടെ പ്രേക്ഷകർ നിശ്ചയിക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.